കർത്താവ് നമുക്ക് നൽകിയ ദൈവിക ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താണോ വായ്കൾ തുറന്ന് പ്രസ്താവിക്കുന്നത്, എന്താണോ വായ്കൾ തുറന്ന് പറയുന്നത്, അതിനെ ഗൗരവമുള്ളതായി കാണുകയും സ്വീകരിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആകട്ടെ. ജെനസിസ് ചാപ്റ്റർ 49, ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം, അതിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികിൽ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടർന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവരെയ്തു, അവനോട് പൊരുതി. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ 12 മക്കളെയും വിളിച്ച് അവരെ നോക്കി അവരോട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ, ജോസഫ് എന്ന മകനെക്കുറിച്ച് യാക്കോബ് വായ് തുറന്ന് പ്രവചിച്ച വാക്കുകളാണ് ഈ പകലിൽ നമ്മൾ വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ജോസഫിനെ നോക്കി യാക്കോബ് എന്ന പിതാവ് പറഞ്ഞ പദമാണ്, ജോസഫ്, യു ആർ ദ ഫ്രൂട്ട്ഫുൾ ബോ. എ ഫ്രൂട്ട്ഫുൾ ബോ ബൈ എ വെൽ ഈസ് ബ്രാഞ്ചസ് റൺ ഓവർ ദ വേൾഡ്. ജോസഫെ, നീ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നീ ഫലപ്രദമായ ഒരു വൃക്ഷമായിരിക്കും. നീരുറവിനരികിൽ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടരുന്നു. വില്ലാളികൾ അവനെ, ജോസഫെ, നിന്നെ വിഷമിപ്പിച്ചു. നിനക്കെതിരെ പലരും എയ്തു. നിന്നോട് പലരും പൊരുതി. പക്ഷെ നിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. എനിക്കിവിടെ മനസ്സിലാക്കുവാൻ, കാണുവാൻ കഴിയുന്നത് ഒരു പിതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് മീതെയുള്ളവർ, പിതൃതുല്യമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, നമ്മെ നോക്കി പറയുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അതിന് പ്രാധാന്യതയുണ്ട്. എപ്പോഴും ആ കാര്യത്തിൽ ഞാൻ വളരെയധികം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ, പിതൃതുല്യമായ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്. പ്രത്യേകമാൽ അത് തിരിച്ചറിഞ്ഞു വേണം ദൈവമക്കൾ ജീവിക്കുവാൻ. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും, ഇനി ആരൊക്കെ എന്നെ വിമർശിച്ചാലും കളിയാക്കിയാലും, ഞാൻ ഒരിക്കലും എൻ്റെ ജനത്തെ നോക്കി, ദൈവമക്കളെ നോക്കി, കർത്താവിൽ വിശ്വസിക്കുന്നവരെ നോക്കി നെഗറ്റീവായ ഒരു പദം പറയുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന തോന്നിയാലും, ഭയങ്കര പ്രയാസം തോന്നിയാലും, അതിൻ്റെ മധ്യയിൽ പോലും എപ്പോഴും എൻ്റെ വാക്കുകളെ സൂക്ഷിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീരെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും ഈ ലൈവ് സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ. വില പലർക്കും അറിയുകയില്ല പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വാല്യൂ പലർക്കും അറിയില്ല. നമുക്ക് മീതെയുള്ളവർ നമ്മെ നോക്കി ആശീർവാദങ്ങളുടെ, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമ്മെ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് പോലെ സംഭവിക്കുമെന്ന് അരുളി ചെയ്ത ഒരു കർത്താവിൻ്റെ തിരുവെഴുത്തിൻ പ്രകാരം നീ ആത്മമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ ആധരം പോലെ ആകുമെന്ന് ദൈവം പറഞ്ഞ വചനം പോലെ തൻ്റെ ജനത്തെ നോക്കി, ദൈവമക്കളെ നോക്കി അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാൻ ചിലരുള്ളപ്പോൾ, പലയിടത്തും ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധങ്ങൾ തീരാതിരിക്കുമ്പോൾ, ബാശാൻ കാളകൾ കുത്താൻ വരുന്ന
വിത്തലുകൾ വെളിപ്പെടുമ്പോൾ ദൈവജനത്തെ നോക്കി നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആശീർവാദത്തിന്റെ വാക്കുകൾ അവരിൽ നിന്ന് വിട്ടുപോകാതെ ആ വചനത്തെ എടുത്തുകൊണ്ടു പോകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ ജനത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എൽ ശദ്ദായ് കുടുംബങ്ങളിൽ ഒന്നിനും ഒരു കുറവും വരുത്താതെ ഈ നിമിഷം വരെ നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി കരേറ്റുകയാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ ഞാൻ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സഭ ഓളുകളിൽ ചെല്ലുമ്പോഴും മീറ്റിംഗ് കഴിയുമ്പോഴും ചില പ്രിയപ്പെട്ടവര് വന്നെന്റെ അടുക്കൽ പറയാറുണ്ട്, ബ്രദർ പാസ്റ്റർ യു ആർ ദ ബ്ലെസ്സിംഗ് ഫോർ us. പാസ്റ്റർ നിങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹം. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷകൻ ആമീൻ എന്ന് പറയും. ഞാൻ പറഞ്ഞു, മോനെ അതിന് ആമീനൊന്നും പറഞ്ഞ് അതിശയക്തിപ്പെടാനില്ല. കാരണം അനുഗ്രഹം തന്നെയാണ്. കാരണം അവരെ നോക്കി ഞാൻ ഒരിക്കലും ഒരു ശാപത്തിന്റെ, തകർച്ചയുടെ, പരാജയത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുന്നവനെ നോക്കിയും എൻ്റെ ദൈവം നിന്നെ മാനിച്ചുയർത്തുമെന്നും നിനക്ക് സൗഖ്യം തരുമെന്നും നിന്നെ വിടുവിക്കുമെന്നും നിന്റെ അവസ്ഥകളെ എൻ്റെ ദൈവം മാറ്റുമെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എൻ്റെ അധരത്തെ ദൈവം അഭിഷേകം ചെയ്തത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ താങ്ങാനാണ്, തളർത്താനല്ല. ഹല്ലേലൂയ. ജോസഫേ, നീ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നീ നീരുറവിന് അരികിൽ നിൽക്കുന്ന വൃക്ഷമാണ്. നിന്റെ കൊമ്പുകൾ മതിലിന്റെ മുകളിലൂടെ പടരാൻ പോകുകയാണ്. ഏതൊക്കെ വില്ലാളികൾ നിനക്കെതിരെ വന്നാലും നീ ആ വില്ലാളികളെ ജയിക്കാൻ പോകുകയാണ്. ആരൊക്കെ നിനക്കെതിരെ എയ്താലും ആ അവരെയ്യുന്ന അമ്പുകളിൽ നിന്ന് ദൈവം നിന്നെ സംരക്ഷിക്കും. നിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കും. നിന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെടുമെന്ന് ഇതാ പിതാവായ യാക്കോബ് ജോസഫിനെ നോക്കി അധരങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നിങ്ങൾ ഫലപ്രദമായ ഒരു വൃക്ഷമാകുക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തുകളിലൂടെ അറിയിക്കുന്നു, നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുക. ഇന്നത്തെ സന്ദേശവും മറ്റൊന്നല്ല, ഫലകരമായ ക്രിസ്തീയ ജീവിതം, ഫലപ്രദമായ ജീവിതം എന്നുള്ളതാണ്. യാക്കോബിന്റെ 12 മക്കളിൽ ജോസഫിനെ ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റി. ഞാനിവിടെ ചിന്തിച്ച ഒരു ചിന്തയുണ്ട്. യാക്കോബിന്റെ 12 മക്കളിൽ 12-ൽ 1 ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റി. പക്ഷെ യേശുവിൻ്റെ കൂടെ 12-ൽ 1 മാത്രമേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. 12-ൽ 11 ദൈവം ഉപയോഗിച്ചു. പഴയ നിയമത്തിൽ 12-ൽ 1 ഏറ്റവും ശക്തമായി തീർന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 12-ൽ 1 പോയുള്ളൂ, ബാക്കി 11 അനുഗ്രഹിക്കപ്പെട്ടു. ജോസഫ് എന്തുകൊണ്ടാണ് ഫലപ്രദമായ ഒരു വൃക്ഷമായി തീർന്നത്? നമുക്കറിയാം, ജോസഫ് എന്ന് പറയുന്നത് ഒരു മരമല്ല, ഒരു മനുഷ്യനാണ്. പക്ഷേ വളരെ ഫ്രൂട്ട്ഫുള്ളായ, ഫലമുളവാക്കുന്ന ഒരു വൃക്ഷത്തോടു കൂടെയാണ് തൻ്റെ പിതാവായ യാക്കോബ് ജോസഫിനെ ആത്മാവിൽ കാണുന്നത്. എന്തായിരുന്നു അത് വൃക്ഷത്തിന്റെ പ്രത്യേകത? നീരുറവിനരികിൽ ഫലപ്രദമായ ഒരു വൃക്ഷം. നമ്പർ 1, ആ വൃക്ഷം നീരുറവിനരികിൽ നിന്ന വൃക്ഷമാണ്. It was a tree which was by a spring. ആ പദത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. ഏത് ചർച്ചാണ് ഫ്രൂട്ട്ഫുൾ ആകുന്നത്? ഏത് വ്യക്തിയാണ് ഫ്രൂട്ട്ഫുൾ ആകുന്നത്? നീരുറവിനരികിൽ നിൽക്കുന്ന വൃക്ഷം. എന്താണ് ഈ നീരുറവ്? എപ്പോഴും തിരുവെഴുത്തുകൾക്കകത്ത് നീരുറവിനെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീരുറവിനെ സമാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെയാണ്. യോഹന്നാൻ 7:37 യേശു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ച് അത്ര യേശു പറഞ്ഞത്. യോഹന്നാൻ 4:10 ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. എഗസ്കേൽ എന്ന പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്, ആത്മാവിൽ കാണുകയാണ്, ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം ഇവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഈ നീരുറവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. ഈ നീരുറവിനരികിൽ നിൽക്കുന്ന വൃക്ഷമായിരുന്നു ജോസഫ്. അതുകൊണ്ട് അവൻ ഫലമുള്ള വൃക്ഷമായി തീർന്നു. എല്ലാവർക്കും അറിയാവുന്നത്, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതുമായ ഒരു സങ്കീർത്തനമാണ് 1-ാമത്തെ സങ്കീർത്തനം. ആ 1-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, 2-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് അവന്റെ പ്രത്യേകത? അവൻ
ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറയുന്നു, അവൻ ആരാണ്? ഈ അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഈ മൂന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കണ്ണതിൽ നിന്നും മാറ്റരുത്. പരിശുദ്ധാത്മാവെന്ന നീരുറവിനരികയിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത, അത് തനിയെ കിളിർത്തതല്ല, അത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. നട്ടിരിക്കുന്ന വൃക്ഷങ്ങളോട് എത്ര പേർക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ തനിയെ കിളിർത്തതല്ല ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ. സ്വർഗത്തിലെ ദൈവം ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിക്കരികിൽ എന്നെ നട്ടിരിക്കുകയാണ്. ഞാൻ തനിയെ കിളിർത്തു വന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക, ഏത് കരമാണോ നിന്നെ നട്ടത്, നട്ടകരം നിന്നെ നനയ്ക്കും, നട്ടകരം നിന്നെ വളർത്തും, നട്ടകരം നിന്നെ ഫലമുള്ളതാക്കി തീർക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമോസ് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പ്രവാചകനല്ലായിരുന്നു, പ്രവാചക ശിഷ്യനുമല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായിരുന്നു. പക്ഷേ യഹോവയുടെ കരം എന്നെ പിടിച്ചു. ഏത് കരമാണോ എന്നെ പിടിച്ചത്, ആ കരമാണ് എന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്തത്. ഏത് കരമാണോ എന്നെ നട്ടത്, ആ നട്ട കരമാണ് എന്നെ വളർത്തുന്നത്. ഏത് കരമാണോ എന്നെ വിളിച്ചു വേർതിരിച്ചത്, ആ കരമാണ് എന്നെ ഉയർത്തുന്നത്. യോഹന്നാൻ 6:37 പിതാവായ ദൈവത്തിന്റെ പുത്രൻ, ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ആമീൻ. പിതാവ് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നട്ട സഭയെ നോക്കി, ദൈവം നട്ട വിശ്വാസിയെ നോക്കി, ദൈവം നട്ട കുടുംബങ്ങളെ നോക്കി, ദൈവം നട്ടതിനെ നോക്കി സ്വർഗം പറയുന്നു, ഞാൻ നട്ടിട്ടുള്ളതിനെ ഒന്നും പിഴുതാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ കരം നട്ടതൊക്കെയും തക്ക കാലത്ത് ഫലം കായ്ക്കും.